ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം നടന്ന ഭൂകമ്പങ്ങൾ നമ്മൾ കണ്ടതാണ്. കമ്മിറ്റിയുടെ അന്വേഷണ പരിധിയിൽ വരാത്ത പല വെളിപ്പെടുത്തലുകളും പിന്നീടുണ്ടായി. അതിലെല്ലാം ഇപ്പോൾ പോലീസ് അന്വേഷണം നടക്കുകയാണ്. ഈ വെളിപ്പെടുത്തലുകൾ അന്വേഷിക്കാനാണ് ക്രൈംബ്രാഞ്ച് ADGPയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക സംഘത്തെ സർക്കാർ നിയോഗിച്ചത്. ഈ സംഘത്തിൽ 4 വനിതാ IPS ഉദ്യോഗസ്ഥരുമുണ്ട്. നിലവിൽ വന്ന വെളിപ്പെടുത്തലുകൾ ഈ ഉന്നതതല അന്വേഷണ സംഘം പരിശോധിച്ച ശേഷം കുറ്റകൃത്യം നടന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനുകളിൽ FIR രജിസ്റ്റർ ചെയ്താണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അതത് സ്ഥലത്തെ DYSPമാർക്കും CIമാർക്കുമാണ് അന്വേഷണ ചുമതല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണരൂപത്തിൽ SITക്ക് കൈമാറുമ്പോൾ എങ്ങനെയാകും അന്വേഷണം എന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ട്. ഹേമ കമ്മിറ്റിയിൽ ഉൾപ്പെട്ട മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെ വേണമെന്ന് സർക്കാരും പ്രത്യേക അന്വേഷണ സംഘവും തീരുമാനിക്കും. 2 ആഴ്ചയ്ക്കകം ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കോടതിയുടെ നിർദ്ദേശം. അങ്ങനെ വരുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ലഭിച്ചാലുടൻ നിയമ നടപടികളിലേക്ക് കടക്കേണ്ടി വരും. പല കാലത്ത് പല സ്ഥലങ്ങളിൽ നടന്ന കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ചാണ് റിപ്പോർട്ടിൽ മൊഴികളുള്ളതെന്നാണ് ലഭിക്കുന്ന വിവരം. ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിൽ കേസ് രജിസ്റ്റർ ചെയ്തുള്ള അന്വേഷണത്തിന് പ്രായോഗിക ബുദ്ധിമുട്ട് നേരിടും. അങ്ങനെ വരുമ്പോൾ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താനാകുമോ തീരുമാനിക്കുക. ഈ അന്വേഷണത്തിനായി DYSPമാരെയും CIമാരെയും ഉൾപ്പെടുത്തി പുതിയ അന്വേഷണ സംഘത്തെ കൂടി രൂപീകരിക്കുമോ? ഹേമ കമ്മിറ്റിയിൽ മൊഴി നൽകിയിരിക്കുന്നവരെ നേരിൽ കണ്ട് വീണ്ടും മൊഴി രേഖപ്പെടുത്തിയ ശേഷമാകുമോ കേസെടുത്തുള്ള അന്വേഷണം? അങ്ങനെ കുറേയധികം കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഏതായാലും മലയാള സിനിമാ മേഖലയെ പിടിച്ചുലയ്ക്കുന്ന നിയമ നടപടികളാകും ഇനി ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രമുഖരടക്കം ഉൾപ്പെട്ട ലൈംഗികാതിക്രമങ്ങളെക്കുറിച്ച് ഹേമ കമ്മിറ്റിയുടെ പുറത്തുവന്ന റിപ്പോർട്ടിൽ സൂചനകളുണ്ട്. കൊച്ചുകുട്ടികൾ വരെ പീഡനത്തിനിരയായെന്ന് പരാമർശങ്ങളുണ്ട്. പോക്സോ കുറ്റം വരെ ചുമത്താവുന്ന കുറ്റകൃത്യങ്ങൾ വിവരിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സുവ്യക്തമായ മൊഴികൾ കൂടി ആ റിപ്പോർട്ടിനൊപ്പമുണ്ടെന്ന് വ്യക്തം. ആ മൊഴികളടക്കമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പക്കലേക്ക് വരുന്നത്. ഇനി പോലീസിന് ഇക്കാര്യത്തിൽ മന്ദഗതിയിൽ പോകാനാകില്ല. മലയാള സിനിമയിലെ പ്രമുഖ താരങ്ങളിൽ പലരും വെളിപ്പെടുത്തലുകളുടെ പ്രളയത്തിൽ നിയമ നടപടികൾ നേരിടുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൂടുതൽ ഗൗരവമായ കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച വെളിപ്പെടുത്തലുകളുണ്ടെന്നാണ് സൂചന. അങ്ങനെ വരുമ്പോൾ ഇനി ആരൊക്കെ എന്നാണ് ചോദ്യം. R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.